കഴിഞ്ഞ ദിവസം കൊല്ലം മഞ്ചാലുമൂട് സ്കൂളിൽ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടായി. എന്നാൽ ഇന്ന് അതിനെ ചൊല്ലി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: അധ്യാപകനെ വിദ്യാർത്ഥികൾ തല്ലിയാൽ പോലും തിരികെ തല്ലാൻ പാടില്ല എന്ന്. മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിച്ച ഒരു ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഗുരുവിനെ ദൈവത്തിന് തുല്യമായി കാണേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ന്യൂജൻ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രസ്താവന എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്, എത്രത്തോളം നമുക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്ന കാര്യത്തിൽ ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും ഒക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചർച്ച അതിനെപ്പറ്റി നമുക്ക് ആരംഭിക്കാം. ശരിക്കും ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയുന്നത് പറഞ്ഞാല് ഇന്നത്തെ തലമുറയാണ് ഈ ഒന്നേ ഉള്ളെങ്കിൽ ആ ഒരുത്തൻ മാതാപിതാക്കളെ വിലക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പലതും കേട്ടിട്ടില്ലേ, മറ്റേ അതായത് ഈ ആർഷഭാരത സംസ്കാരമൊക്കെ ഈ ന്യൂജൻ കുട്ടികൾ പറയും അതങ്ങ് മാറ്റി വെച്ചേക്ക്, ഞങ്ങൾ മറ്റു വഴി നോക്കിക്കൊള്ളാം, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതി ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് പറയുന്നൊരു തലമുറ. അധ്യാപകരും ചെറുപ്പക്കാരെ അധ്യാപകരാണെങ്കിൽ അതിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം അവരും ഈ ഒരു ന്യൂജൻ കുട്ടികളുടെ തലമുറയുടെ തൊട്ട് മുന്നിലുള്ള തലമുറയാണ്. ഈ രണ്ട് തലമുറകൾ രണ്ടും ഏതാണ്ടൊക്കെ ന്യൂജൻ ഒരു ജെൻസി ടൈപ്പായിട്ട് വരുമ്പോഴേക്കും വരുന്ന ഒരു പുതിയ ഭാവമാറ്റമാണ് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഇന്റിമസിയും. അത് ഇന്റിമസി എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ കാലത്തെ ഇന്റിമസി അല്ല, ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ എൽഡർലി അല്ലെങ്കിൽ മൂപ്പച്ചെറുപ്പം ഇളപ്പച്ചെറുപ്പം അതേ ഉള്ളൂ. അല്ലാതെ ഗുരു ശിഷ്യൻ എന്നുള്ള ബന്ധം ഇന്ന് കുട്ടികൾക്കിടയിൽ ആ ഒരു അധ്യാപനം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അങ്ങോട്ട് ഉണ്ടാകണമോ എന്ന്. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് എങ്ങനെയാണ്, സംസ്കാരം അതാണ്, അവർ വളർന്നു വരുന്ന ഡിജിറ്റൽ ലോകത്ത് അധ്യാപകനെ ഏത് കണ്ണിൽ കാണുന്നു എന്നൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഈ സ്കൂൾ റാഗിങ്ങിനുമൊക്കെ അപ്പുറം, റാഗിങ്ങിനൊക്കെ നിയന്ത്രിക്കേണ്ട അധ്യാപകരാണ്, പക്ഷെ അതിനുമപ്പുറം ഇപ്പോൾ നടക്കുന്നത് പറഞ്ഞാൽ അധ്യാപകരെ കൈവയ്ക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അമിതമായി മർദ്ദിക്കുന്ന അധ്യാപകർ, അതിനൊക്കെ ഹൈക്കോടതി അടക്കം സംസ്ഥാന സർക്കാർ അടക്കം വിലക്കേർപ്പെടുത്തി. കുട്ടികളെ അടിച്ച് പഠിപ്പിക്കരുത്, മർദ്ദിച്ച് പഠിപ്പിക്കരുത്. മർദ്ദനവും അടിയും വ്യത്യാസമുണ്ട്. മർദ്ദനം എന്ന് പറഞ്ഞാൽ ക്രൂരമായ ആഘാതം ശരീരത്തിൽ ഏൽപ്പിക്കുന്നതിന് മർദ്ദനം എന്ന് പറയുന്നത്. കുട്ടിയെ അടിച്ചു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി തെറ്റ് ചെയ്താൽ അങ്ങനെയല്ല, ഒരു റിമൈൻഡർ, അതല്ല നീ ചെയ്ത് തെറ്റാണ്, ഒരു അടി ഇരിക്കട്ടെ, ഒരു ഓർമ്മ ഇരിക്കട്ടെ. പണ്ട് കാലത്തെ അതേപോലെ ചെയ്യുമായിരുന്നു. കുട്ടികൾ ഇന്നും ആ അടിയുടെ ചൂട് മറന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലം പോകുന്ന വല്ലാത്തൊരു പോക്കിലൂടെയാണ്. പക്ഷേ ഈ രേവതി പറഞ്ഞതുപോലെ, രേവതിക്ക് എന്താണ് അഭിപ്രായം? ഈ കുട്ടികൾ ഈ ന്യൂജൻ കുട്ടികളായതുകൊണ്ടാണോ ഇപ്പോൾ അവരും പെട്ടെന്ന് അക്രമാസക്തരാകുന്നത്, അല്ലെങ്കിൽ അധ്യാപകർ അക്രമാസക്തരായി ആ ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ട് തന്നെയാണോ? സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പണ്ടത്തെ ചാക്കോ മാഷുമാരുടെ കാലം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പാഠപുസ്തകത്തിൽ പഠിക്കുന്ന ആ പാഠങ്ങളിൽ ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവിടെയാണ് ലോകത്തിന്റെ സ്പന്ദനം എന്ന് പറഞ്ഞിരുന്ന ചാക്കോ മാഷുകളിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന് വിദ്യാഭ്യാസം പുറത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലോകം കാണുന്ന കാഴ്ചകൾ കണ്ട് എന്താണോ കണ്ണുകൊണ്ട് കാണുന്നത് അതിനെ ജീവിതത്തിന്റെ പാഠപുസ്തകങ്ങളാക്കി കരുതുന്ന ഒരു പുതിയ തലമുറയുണ്ട്. പക്ഷെ അതേ തലമുറയ്ക്കൊപ്പം തന്നെയാണ് അതേ തലമുറയിൽ തന്നെയാണ് അധ്യാപകരും ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഒരു പ്രായത്തിന് മുതിർന്നവരെ പക്വതയോടുകൂടി ബഹുമാനിക്കുക എന്നുള്ളത്, അത് ആര് എന്ത് ചെയ്താലും വിമർശിക്കാതിരിക്കുക എന്നുള്ളതല്ല, പക്ഷെ പക്വത കാണിക്കുക. അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ. മുതിർന്നവർ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കുറച്ചും കൂടി അറിവുകൾ സ്വായത്തമാക്കിയവരായിരിക്കും. അതുകൊണ്ട് തന്നെ പക്വത കുട്ടികളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മുതിർന്നവർക്ക് തന്നെയാണ്. എന്ന് കരുതി തല്ലിയാൽ നിന്ന് കൊള്ളണം എന്ന് പറയുന്നത് അത് അധ്യാപകനല്ല, ഏതു മേഖലയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും തല്ലുകൊള്ളുക ചെയ്യാത്ത തെറ്റിന്റെ പുറത്ത് ആർക്കും ആരെയും ശിക്ഷിക്കാനൊന്നും അനുവാദം ഇല്ലാത്തൊരു ലോകമാണ്. അതില് നമ്മളൊരാൾ നമ്മളെ തല്ലുമ്പോൾ നിന്ന് കൊള്ളുക, തിരികെ പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്ര അംഗീകരിക്കാൻ പറ്റില്ല. ഒരു അധ്യാപകനെ സംബന്ധിച്ച് തന്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയാൽ മർദ്ദിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കൂടി ചില സമയങ്ങളിൽ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അധ്യാപകൻ വിദ്യാർത്ഥി ആയിക്കോട്ടെ, വിദ്യാർത്ഥി അധ്യാപകനായിട്ട് കൈവച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം സ്കൂളുകളിൽ ആവശ്യമില്ല. പക്ഷെ അധ്യാപകൻ കുട്ടികളെ ശാസിക്കാൻ പാടില്ല, തിരുത്താൻ പാടില്ല, ഒന്ന് തറപ്പിച്ച് നോക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ഒരു പ്രായം വരെയുള്ള വിദ്യാർത്ഥികളിൽ നമുക്കിത് പ്രാവർത്തികമാക്കുന്നതിൽ തെറ്റില്ല. ചെറിയ കുട്ടികളാണ്, അവരുടെ വളർച്ചയിൽ നമ്മൾ അത്രത്തോളം ഒരു ഷോക്കൊന്നും അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല.
പക്ഷേ ഈ ഒരു സംഭവം +2 വിദ്യാർത്ഥികൾ +1 +2ലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി അവർ മുതിർന്ന കുട്ടികളായി. അവരുടെ തല്ല് അധ്യാപകരുടെ തല്ല് അവരോ വാങ്ങിക്കേണ്ട കാര്യമില്ല. പരസ്പരം സമചിത്തതയോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു ലോകം ഉണ്ടാകേണ്ട കാര്യമുണ്ട്. ഈ അടുത്ത കാലത്താണ് 2-3 മാസം മുമ്പാണ് നമ്മളെല്ലാം വളരെ സമൂഹ മാധ്യമങ്ങളിലും ടിവിയിലും ഒക്കെ കണ്ടതാണ് ഒരു കുട്ടി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിച്ചതിന് കേരളത്തിൽ തന്നെ ക്ലാസ് മുറിയിൽ കയറി പ്രധാന അധ്യാപകനെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി കയർത്ത് സംസാരിക്കുന്ന കേരളം ഞെട്ടിപ്പോയി. പക്ഷേ അടുത്ത ദിവസം സർക്കാർ ഇടപെടുന്നു, വിഷയം അന്വേഷിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഈ കുട്ടി അധ്യാപകനോട് മാപ്പ് പറഞ്ഞു, അല്ലേ? അങ്ങനത്തെ ഒരു മാപ്പ് പറഞ്ഞ് ആ വിഷയം അവിടെ അങ്ങ് തീർന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് അവർക്ക് അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞതിനേക്കാൾ വേദവാക്യം യൂട്യൂബിൽ വരുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഈ രണ്ടിലും വരുന്നതാണ് അവർക്ക് വേദവാക്യം. ട്വിറ്ററൊന്നുമല്ല, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും. ഇതിലെന്ത് പറയുന്നോ അത് വേദവാക്യമാണ്. അച്ഛനും അമ്മയൊക്കെ പറയുന്ന ഉപദേശം അത് സെക്കൻഡറി ആകുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ തലമുറയുടെ പോകുന്ന പോക്ക്. ഒരു വലിയൊരു അപകടത്തിലേക്കാണ് അവർ പോകുന്നത്. കാരണം ഡിജിറ്റലൈസേഷന്റെ ഒരു അപകടകരമായ ഒരു വഴിയാണത്. ഇങ്ങനെ പോകുന്ന കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകൻ ശ്രമിക്കുമ്പോൾ ഈ അധ്യാപകനും ഓർക്കണം, ഒരു പകുതി ഡിജിറ്റൽ പരുവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അധ്യാപകനും ഈ സോഷ്യൽ മീഡിയ, വാട്സപ്പ് അടക്കമുള്ള എല്ലാ മീഡിയയും ഉപയോഗിക്കുന്നുണ്ട്. അധ്യാപകനും ഇന്നത്തെ കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ വളരെ ബോധവാനാണ് ഈ അധ്യാപകനും. പക്ഷേ പണ്ടത്തെ കാലത്തെ അധ്യാപകർ അവർ നടന്ന് സ്കൂളിൽ വരുന്നു, ചൂരൽ വഴിയുമായി നടക്കുന്നു, വൈകിട്ട് 3:30 ക്ലാസ് വിടുന്നത് വരെ അവർ സ്കൂളിൽ കുട്ടികളെല്ലാം മോണിറ്റർ ചെയ്യുന്നു. ഇന്ന് പക്ഷെ അത് പ്രാവർത്തികമല്ല. ചൂരൽ വഴി കയ്യിൽ കൊണ്ടുനടക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ അധ്യാപകർ അല്പം കൂടി ഡിജിറ്റലാകുന്നു, അല്പം കൂടി മോഡേൺ ആയിട്ട് കുട്ടികളുടെ അസൈൻമെന്റ് തീർക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ തർക്കം പരിഹരിക്കുന്നു, അങ്ങനെയൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ കുട്ടികൾ മുതിരുന്തോറും അധ്യാപകർക്ക് അവരുടെ മേൽ നിയന്ത്രണം കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ ഈ MBBS പഠിച്ചാലും അല്ലെങ്കിൽ PhD പഠിപ്പിക്കുമ്പോഴുള്ള ഗൈഡ്, റിസർച്ച് ഗൈഡ്, ഈ ഗൈഡിനെ വരെ ഇപ്പോഴും ദൈവത്തെ പോലെ ആരാധിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ്, പ്രായോഗികമാണെന്നത് ഡിജിറ്റൽ യുഗത്തിലെ മറ്റൊരു കാര്യം. പക്ഷേ ഈ കുട്ടികളുടെ ഈ പോക്ക് അധ്യാപകന് മർദ്ദിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഇപ്പോഴും പറയും. കാരണം വീട്ടിൽ നിന്നും കുട്ടി രാവിലെ 9 മണിക്ക് സ്കൂളിലേക്ക് പോയാൽ 3:30 മണി വരെ ആ കുട്ടി ആ സ്കൂളിലാണ്, ആ സ്കൂളിന്റെ സംരക്ഷണയിലാണ്, അധ്യാപകരുടെ സംരക്ഷണയിലാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും പറഞ്ഞ് തിരുത്താനും അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം, ചുമതല, ബാധ്യത അത് അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ എന്ന് പറയാം. പക്ഷെ അത് അധ്യാപകനെയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആ ഒരു, എനിക്കൊന്ന് ഇരുവരും ഒരേ പൊക്കമായിരിക്കാം, ഫിസിക്കലി ഒരേ ആരോഗ്യമേരയ്ക്ക് ഇരുവർക്കും. അത് തന്നെയായിരിക്കും ഈ കൊല്ലം അഞ്ചാലുമൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥിയും നമ്മൾ അടിപിടിയാകും. പക്ഷെ വിദ്യാർത്ഥി അധ്യാപകൻ അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ കാര്യം തന്നെയാണ്. അതും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ ചരിത്രത്തിന്റെ സംസ്കാരത്തിലൊക്കെ ആ ഒരു നടപടി വളരെ മോശം തന്നെയാണ്. ഏത് വിദ്യാർത്ഥിയായാലും തന്റെ അധ്യാപകനെ അറിവിന്റെ 2 അക്ഷരം പറഞ്ഞിരുന്നു അധ്യാപകനെ മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് ഒന്ന് പിടിച്ചു തള്ളുക അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ ചെയ്താൽ മനസ്സിലാക്കാം. പക്ഷേ പർപ്പസ്ഫുള്ളി അറിഞ്ഞുകൊണ്ട് ഒരു അധ്യാപകനെ മർദ്ദിക്കുക എന്തായാലും തെറ്റിയാണ്. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു, കുട്ടിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കുട്ടി ചികിത്സ നേടിയിട്ടുണ്ട്, കുട്ടി ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഈ അധ്യാപകൻ ആരെ സമീപിക്കും? അധ്യാപക അവകാശ കമ്മീഷൻ ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ എന്തിനും മുതിർന്നവർക്കുള്ള അവകാശ കമ്മീഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ കുട്ടിക്ക് ബാലാവകാശ കമ്മീഷൻ സമീപിക്കാം, അധ്യാപകൻ എന്ത് ചെയ്യും? അതാണ് ഇവിടുത്തെ ചോദ്യം. എന്തായിരിക്കും ഈ അധ്യാപകർക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇപ്പോൾ ഉണ്ടോ? ശരിക്കും കുറച്ചു കാലം രേവതിയും ടീച്ചിങ് ഫീൽഡിലായിരുന്നല്ലോ. അപ്പം അതിൽ നിന്നുള്ളൊരു അനുഭവം എങ്ങനെയാണ്? പഴയ കാലം മാറി. ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും എന്ന് പറയുന്ന സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്. ഒരു പരിധിവരെ നല്ലതാണ്. കാര്യം ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അവർക്ക് ശാരീരികമായും മാനസികവുമായും ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും അധ്യാപകരോട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം, ഒരു ദിവസത്തിന് 24 മണിക്കൂറിൽ അധിക സമയവും അധ്യാപകരോടൊപ്പം തന്നെയായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഒരു വലിയ പങ്ക് അധ്യാപകർക്കുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ കൂടെ ഒരുപാട് നേരം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്വഭാവ രൂപീകരണം അധ്യാപകരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും അങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ഈ അധ്യാപകന്റെ ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ രൂപീകരണം അധ്യാപകന്റെ ഉത്തരവാദിത്വമാണ്. അധ്യാപകൻ ശമ്പളം മേടിക്കുന്നത് കൊണ്ടല്ല അധ്യാപക വൃത്തിക്ക് ശമ്പളം കിട്ടുന്നത്. പക്ഷെ അതുമല്ല, ആ ഒരു അധ്യാപകനാകാൻ വേണ്ടി ആ ഒരു വ്യക്തി എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അത്രയും എഫേർട്ടിൽ കൂടി ആ വ്യക്തി കടന്നു വന്ന് അധ്യാപകനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. കാരണം സിലബസ് മാറുന്നതനുസരിച്ച്, ലോകവും കാലവും മാറുന്നതനുസരിച്ച് അധ്യാപകനും ഇതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥിയെ നിർവഹിക്കാൻ നയിക്കേണ്ടത് അധ്യാപകൻ തന്നെയാണ്. പക്ഷെ അവരെ പിന്തുണയ്ക്കാൻ ആരുണ്ട്? ട്രേഡ് യൂണിയനിൽ അല്ലാതെ
നമ്മുടെ ഏത് നിയമവ്യവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം ന്യൂനപക്ഷ കമ്മീഷനുണ്ട്, ഈ പറഞ്ഞ പോലെ ബാലാവകാശ കമ്മീഷനുണ്ട്, അങ്ങനെ പലർക്കും പല കമ്മീഷനുകൾ, പല വനിതാ കമ്മീഷനുണ്ട്. അധ്യാപകർക്ക് മാത്രമായിട്ട് ഇതിൽ സ്കൂൾ ഇഷ്യൂസിൽ, അതിൽ എയ്ഡഡ് സ്കൂളായാലും അൺഎയ്ഡഡ് സ്കൂളായാലും വന്ന് ഇടപെടുന്ന DPI ആണ്. അവസാന വാക്കവിടെ DPIയുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണമെന്നൊരു വ്യവസ്ഥ CBSE സ്കൂളുകൾക്കുമുണ്ട്, സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂൾക്കും അൺഎയ്ഡഡ് സ്കൂൾക്കുമുണ്ട്. അപ്പോൾ അത്തരമൊരു ബോഡി അല്ലാതെ ഇവർക്ക് വേണ്ടി ഇവരെ കാര്യങ്ങൾ നോക്കാൻ, ഇവർ നിയന്ത്രിക്കാൻ, കാര്യങ്ങൾ നോക്കാൻ എന്ന് പറഞ്ഞാൽ ഇവർ നിയന്ത്രിക്കാനും, ഇവർ ചെയ്യുന്നത്, അധ്യാപകർ പരിധി കിടക്കുന്നുണ്ടോ, വിദ്യാർത്ഥികൾ അതിൽ കിടക്കുന്നുണ്ടോ, UK ഇത്തരം സംവിധാനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം ഒരു സംവിധാനത്തെ കുറിച്ച് കേരളം ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുക്കുന്നത് ഒരു തരത്തിൽ നല്ലത് തന്നെയാണ്. അവർക്ക് വിദ്യാർത്ഥികൾക്ക് അവർക്കുണ്ടാകുന്ന എല്ലാ സമ്മർദ്ദങ്ങളും, പണ്ട് സംശയം ചോദിക്കാൻ പോലും ഭയന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ എന്ത് കാര്യവും ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന തരത്തിലേക്ക് ഒരു സൗഹൃദ അന്തരീക്ഷം വിദ്യാലയങ്ങളിൽ രൂപപ്പെട്ടു. പഴയ പോലെ പാഠപുസ്തകങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, അതിനപ്പുറം കുറച്ചുകൂടി വ്യത്യസ്തമായ പഠന രീതികൾ വന്നു. കുട്ടികൾ അറിവ് സമ്പാദിക്കുന്ന രീതികളൊക്കെ മാറി. പക്ഷേ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ ഈ ഒരു സൗഹൃദ അന്തരീക്ഷം ഉടലെടുക്കുമ്പോൾ തന്നെയും അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഭയമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കാര്യം വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ കരുതി വെച്ചിരിക്കുന്നതാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വാക്കിന് പുതിയ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അവർ ആ കാഴ്ചപ്പാടിൽ ഉറച്ചു ജീവിക്കുന്നവരാണ്. മാത്രമല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ പറ്റി അവർക്ക് വ്യക്തമായ ബോധവും അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കണമെന്നും എങ്ങനെയൊക്കെ പിടിച്ചെടുക്കണമെന്നും അവർക്കറിയാം. നടപ്പിലാക്കുക മാത്രമല്ല, അത് പിടിച്ചെടുക്കേണ്ടതും, അത് ഏതൊക്കെ തരത്തിൽ അതിനെ നമുക്ക് നമ്മുടെ സ്വന്തമാക്കി വെക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണകളൊക്കെ തന്നെ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ പോലും കൊണ്ടുപോയി പീഡനത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതിന് തയ്യാറായി നിൽക്കുന്ന രക്ഷിതാക്കൾക്കുണ്ട്. അതിനൊക്കെ പുറമെ കുറച്ചുകൂടി ഈ ബന്ധത്തിന് കുറച്ചുകൂടി ബഹുമാനം അധ്യാപകർക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദാന്തരീക്ഷം നിലനിർത്താൻ കഴിയേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അധ്യാപകർക്ക് അധ്യാപകരുടേതായ ഒരു സ്ഥാനവും വിദ്യാർത്ഥികൾക്ക് അവരുടേതായ ഒരു ഇടവും തന്നെ ഉണ്ടാവണം. സൗഹൃദം കുഴപ്പമില്ല, പക്ഷേ ആ സൗഹൃദത്തിന് ചില അതിർവരമ്പുകൾ വിദ്യാലയങ്ങളിൽ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. ഈ 2 ദിവസം മുമ്പാണ് ഒരു വാർത്ത വന്നത്. ഇതിപ്പോ സ്കൂൾ +2 തലത്തിൽ വരെ ഈ ഒരു അധ്യാപനം വിദ്യാർത്ഥി നമ്മൾ തർക്കമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു കോളേജ് വിദ്യാർത്ഥിനി തന്റെ അധ്യാപനെതിരായ പക വീട്ടാൻ വേണ്ടിയിട്ട് അധ്യാപനെതിരെ പീഡന പരാതി ഉന്നയിക്കുകയും 11 വർഷത്തിന് ശേഷമാണ് അധ്യാപകൻ നിയമയുദ്ധത്തിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിച്ചു എന്നുള്ള വാർത്ത 3 ദിവസം മുമ്പ് എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. അപ്പോൾ ഈ പോക്ക് എങ്ങോട്ടേക്കാണ് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധം പോകുന്നത് എന്നതിൽ വളരെ ആശങ്കയുണ്ട് കേരളത്തിൽ. എന്തായാലും കൊല്ലം അഞ്ചാലമൂടിലെ ഈ വിഷയം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ സംസാരിച്ച് നല്ല രീതിയിൽ പോസിറ്റീവായി പറഞ്ഞു തീർക്കും എന്ന് തന്നെ പ്രത്യേകിക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച